ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിലുള്ള കരിയർ താൻ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളത് വേൾഡ് കപ്പിൽ നിന്നും പുറത്തായതിന് പിന്നാലെ നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ നെയ്മറുടെ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് നെയ്മർ തിരിച്ചു വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ നെയ്മറുടെ ആരാധകരും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ആരാധകരുമുള്ളത്. ഏതായാലും ക്ലബ്ബ് ഫുട്ബോളിൽ നെയ്മറുടെ ഭാവി എന്താകും, അക്കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആഴ്ചയുടെ അവസാനത്തിലാണ് നെയ്മർ ബ്രസീലിൽ മടങ്ങിയെത്തുക. വരുന്ന തിങ്കളാഴ്ച നെയ്മർ സാന്റോസുമായി തൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വർഷത്തിൻ്റെ അവസാനം വരെ നെയ്മർക്ക് ക്ലബ്ബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ നെയ്മർ സാന്റോസിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ക്ലബ്ബ് 3 ആഴ്ചത്തെ വെക്കേഷനാണ് എല്ലാ താരങ്ങൾക്കും നൽകിയിരുന്നത്. അത് മുഴുവനും നെയ്മർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ മാസം 26-ാം തീയതി മാത്രമായിരിക്കും നെയ്മർ സാന്റോസിനോടൊപ്പം ജോയിൻ ചെയ്യുക. പക്ഷേ ചിലപ്പോൾ നെയ്മർ ആ ഒരു വെക്കേഷൻ പീരിയഡ് കുറക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സാന്റോസ് അതിനുവേണ്ടി അദ്ദേഹത്തെ പ്രഷർ ചെയ്യില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നെയ്മർ സാന്റോസ് വിടാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അമേരിക്കയിൽ നിന്നും കൂടുതൽ ഓഫറുകൾ നെയ്മർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൂടുതലായിട്ട് ലഭിക്കേണ്ടതുണ്ട്. നെയ്മറുടെ കാര്യത്തിൽ തനിക്കും ഒരു വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് സാന്റോസിന്റെ പരിശീലകനായ കൂക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ മാസത്തിന്റെ അവസാനം നെയ്മർ സാന്റോസിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. സാന്റോസിനകത്ത് നെയ്മർ തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല. നെയ്മറുടെ കോൺട്രാക്റ്റ് ഈ വർഷത്തോടു കൂടി പൂർത്തിയാകും. ഒരുപക്ഷെ ആ കോൺട്രാക്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം നെയ്മർ സാന്റോസ് വിടാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.